വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഫംഗ്ഷന് പോകുന്ന തലേ ദിവസം അതല്ലാന്നുണ്ടെങ്കിൽ അന്നൊക്കെ ചെയ്യാൻ പറ്റില്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു 3 സ്റ്റെപ്പ് ഫേഷ്യൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാൻ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുക. അതിന് ശേഷം നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫേഷ്യലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകട്ടെ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പാലാണ് കേട്ടോ. പച്ചപ്പാൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ആവശ്യത്തിനുള്ള പാൽ ഇതേപോലെ നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കഴുത്തിലും അതേപോലെ തന്നെ ചെവിയിലും തേച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. പാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്ലെൻസറാണ് കേട്ടോ ഈ ഒരു പാലെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പാലൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതും ഇതേപോലെ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലൊക്കെ നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഫേസും അതേപോലെ തന്നെ നെക്കും ചെവിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കോ പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി ഇതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകിയെടുക്കണോണ്ടും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതേപോലെ നമുക്ക് ആ ഒരു പാലൊക്കെ വൃത്തിക്ക് തന്നെ തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അപ്പോൾ സ്ക്രബിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കില്ലേ, ആ ഒരു തരിതരിപ്പുള്ള അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഇതേപോലെ നമ്മുടെ ഈ ഒരു സ്ക്രബ് നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ നെക്കിലായാലും തേച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സാവധാനത്തിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ പതുക്കെ വേണം നമ്മുടെ ഫേസ് ആയാലും അതേപോലെ തന്നെ മൂക്കിൻ്റെ അവിടെയായാലും താടിയുടെ അവിടെയൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് മാറാനും അതേപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ആ 2 സൈഡ് അതേപോലെ തന്നെ താടിയുടെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സ്മൂത്ത് ചെയ്യാനായിട്ടും സഹായിക്കും കേട്ടോ. അരിപ്പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്നതും ഇതേപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ടോൺ ആക്കിയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിക്ക് തന്നെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്കായാലും സ്ക്രബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് രണ്ടിലും ഒരേപോലെ കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കും ഫേസൊക്കെ രണ്ടും 2 ഷെയ്ഡിലാവട്ടെ ഇരിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ. അതേപോലെ നല്ല രീതിക്ക് തന്നെ സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ്.
എന്നിട്ട് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ഈ ഒരു രീതിക്കാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കടലമാവിന് പകരമായിട്ട് അരിപ്പൊടി എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി, മുൾട്ടാനി മിട്ടിയോ നമുക്ക് ഏത് വേണമെങ്കിലും നമ്മുടെ ഫേസിന് യോജിച്ചത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ പാക്ക് ഇവിടെ പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫേസിലേക്ക് നമുക്ക് നമ്മുടെ പാക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും നെക്കിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസം അതല്ലാന്നുണ്ടെങ്കിൽ അന്നൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് കേട്ടത്. ഈ ഒരു പാക്ക് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുത്തുകൾ, അതേപോലെ തന്നെ മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ മാറാൻ വേണ്ടിയിട്ടും ചുണ്ടിന് ചുറ്റുള്ള കറുപ്പ്, അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടത്. ഓയിലി ആയിട്ടുള്ള ഫേസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് കൂടിയാണ് കേട്ടത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഫേസ് ഉള്ളവർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്ക് കൂടിയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇതേ ഫേസിലും ഇതേപോലെ നെക്കിലും ചെവിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരെങ്കിലും ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 ലെയറൊക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് കുറച്ച് നേരം നമ്മുടെ സ്കിന്നിലേക്ക് പിടിക്കാനായിട്ട് ഇരിക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20-25 മിനിറ്റ് വരെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു നേരം കഴിഞ്ഞാൽ ഇതേപോലെ ആവട്ടെ നമ്മുടെ പാക്ക് ഉണ്ടാവുക. എല്ലായിടത്തും ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല, കാരണം ഞാൻ കുറച്ച് തിക്കായിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏതൊരു ഫേസ് പാക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഇനി ഇതേ നമുക്ക് നന്നായിട്ട് തന്നെ ഇതേപോലെ നമ്മുടെ ഫേസും അതേപോലെ തന്നെ നെക്കും ചെവിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടും. ഈ ഒരു ഫേഷ്യൽ നമുക്ക് മാസത്തിൽ 2 തവണ വെച്ചിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഡാർക്ക് സ്പോട്ട്സൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഷൈനിങ് എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും പരിപാടിക്ക് പോണതിൻ്റെ അന്നൊക്കെ ചെയ്ത് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസമായാലും ചെയ്യണോണ്ട് യാതൊരു കുഴപ്പമില്ല. ആദ്യത്തിനേക്കാൾ നല്ല മാറ്റം കേട്ടോ. സ്കിന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഇതേ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ആയാലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയാനായിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് മാത്രമായിട്ട് ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു ഫേഷ്യൽ ചെയ്തതിൻ്റെ ഫീഡ്ബാക്കിന് താഴത്തായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.